ഇന്ന് കർക്കിടക വാവാണ്. സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും സ്നാനഘട്ടങ്ങളിലുമെല്ലാം പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ വർക്കല പാപനാശത്ത് പുലർച്ചെ 3 മണി മുതൽ ബലിതർപ്പണം തുടങ്ങി. ബലിതർപ്പണം നടത്താൻ വർക്കല പാപനാശത്തേക്ക് നൂറുകണക്കിന് വിശ്വാസികളാണ് എത്തുന്നത്. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം തിരുനാവായിൽ നിന്നും ജിഷാദാണ് ചേരുന്നത്. ജിഷാദ്, ഏത് രീതിയിലാണ് അവിടെ പുരോഗമിക്കുന്നത് ബലിതർപ്പണ ചടങ്ങുകൾ? അശ്വതി, ഋതുസ്മരണയിൽ തിരുനാവായിൽ ബലിതർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിറകിൽ കാണുന്ന സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകളാണ് ബലിതർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര കടമ്പുകളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് പുലർച്ചെ മുതൽ തന്നെ ആരംഭിച്ച ചടങ്ങുകൾ ഉച്ചയോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതിന്. കേരളത്തിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളൊന്നാണ് തിരുനാവായ. ത്രിമൂർത്തി സംഗമസ്ഥാനം എന്ന നിലയിൽ വിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ തിരുനാവായ ക്ഷേത്രം. പുലർച്ചെ 2 മണിക്ക് ആരംഭിച്ച ചടങ്ങുകൾ 10,000കണക്കിന് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വിവിധ കർമ്മികൾ, അതായത് 16ഓളം കർമ്മികളും പരികർമ്മികളും നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ വ്രതാനുഷ്ഠാനത്തോടെ എത്തിയ ഭക്തർ തങ്ങളുടെ വ്രതാക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിനായി എള്ളും ജലവും എല്ലാം അർപ്പിച്ചു കഴിഞ്ഞു. ബലിതർപ്പണത്തിനായ ഭക്തർക്ക് പ്രഭാത ഭക്ഷണം അടക്കം ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. പ്രതിശാന്തിക്കായി തിലാഹോമം, സായുജ പൂജ എന്നീ വഴിപാടുകൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതായത് തമിഴ്നാട്, കർണാടക തുടങ്ങിയ സമീപ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി വിശ്വാസികളാണ് ബലിതർപ്പണത്തിനായി എത്തിയിട്ടുള്ളത്. എന്തായാലും വിശ്വാസികൾ ബലിതർപ്പിക്കുന്ന വിഷ്വൽസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഭക്തരെ തന്നെ ചോദിച്ചറിയാം. എവിടുന്ന് വരുന്നു? രാവിലെ എത്ര മണിക്ക് എത്തി? 8:30 എത്തി. തിരക്കുണ്ടോ? എപ്പോഴാണ് പ്രതീക്ഷിക്കുന്നത്? കുറെ നേരമായോ വരിയില്? കുറച്ചു നേരമായി. കുട്ടിയൊക്കെ ഉണ്ടല്ലോ. ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇരിഞ്ഞാലക്കുട ഇന്ന് കാലത്ത് പുറപ്പെട്ടു ട്രെയിനിന്. എത്ര മണിക്ക് പ്രതീക്ഷിക്കുന്നത്? എപ്പോഴാണ് ബലി അർപ്പിക്കാൻ കഴിയുന്നത്? അത് ബലി അർപ്പിക്കേണ്ട സമയം എത്ര കാത്തു നിന്നാലും ചെയ്തിട്ടേ പോകുള്ളൂ. ഇത് ഏറ്റവും നല്ല ക്ഷേത്രങ്ങളിൽ 4 ക്ഷേത്രങ്ങളിലും മെയിൻ ക്ഷേത്ര തിരുനെല്ലി, തിരുനാവായ, ആലുവ, അങ്ങനത്തെ മഹാക്ഷേത്രങ്ങളിൽ അവിടെ അത് വല്ല പുണ്യമുള്ള ക്ഷേത്രമാണ്. അതാണ് ഇവിടേക്ക് വന്നത്. അവിടെ ആലുവയിലുണ്ട്, പക്ഷെ നമ്മൾ തിരുനാവായിൽ മഹാവിഷ്ണു മഹാലക്ഷ്മിയും കൂടിയിട്ട് കുടിവെള്ളുന്ന സ്ഥലം പ്രത്യേകത കൂടിയുണ്ട്. പിന്നെ ഭാരതപ്പുഴയുടെ തീരത്ത് നിൽക്കുന്ന ക്ഷേത്രം. അപ്പൊ പുണ്യം കിട്ടുന്ന സ്ഥലമാണ് നല്ല. അതിന്റെ പേരിൽ ഇവിടേക്ക് വന്നത്. ആദ്യമായിട്ട് വരുവാണോ? അല്ല, ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു ബലിയിട്ടു, പൗർണമി ദിവസം. ഇനിയിപ്പോ ഇനിയിപ്പോ ഇടയ്ക്ക് വരുന്നുണ്ട് ഇവിടെ. ഇതിനു മുമ്പ് കുറെ കൊല്ലം മുമ്പൊക്കെ വന്നിരുന്നു. ഇക്കൊല്ലം 2 പ്രാവശ്യമായി ഇപ്പൊ വരുന്നു. മുണ്ടൂര്. അപ്പൊ അർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ബലി അർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? 12 മണി. രാവിലെ പുലർച്ചെ 5 മണിക്ക് വരിയിൽ നിൽക്കുന്നതാണോ? ഈ ത്രിമൂർത്തി സ്ഥാനത്ത് തന്നെയാണ് ബലി അർപ്പിക്കാൻ എത്തിയത്. എങ്ങനെയാണ് കാണുന്നത്? അച്ഛനെ ബലി അർപ്പണം പഠിക്കാൻ കൊടുക്കുന്നു, ഹസ്തി കൊടുക്കുന്നത്. അശ്വതി, ഇതുപോലെ തന്നെ നിരവധി വിശ്വാസികളാണ് തിരുനാവായിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ത്രിമൂർത്തി സ്ഥാനമെന്ന പ്രത്യേകതയും ഈ അമ്പലത്തിനുണ്ട്. എന്തായാലും നിരവധി ഭക്തർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയോടുകൂടി തന്നെ, അതായത് 50,000-ലധികം ആളുകളെയാണ് ഇപ്രാവശ്യം ഈ ക്ഷേത്രത്തിൽ ബലിതർപ്പിക്കാനായി പ്രതീക്ഷിക്കുന്നത്. അശ്വതി, ശരി. തിരുനാവായിൽ നിന്നാണ് ജിഷാദ് വിവരങ്ങൾ നൽകിയത്. ആലുവ മണപ്പുറത്തും പതിവ് പോലെ വലിയ തിരക്കുണ്ട്. അവിടെ നിന്നും ഡാനി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആലുവയിൽ പെരിയാറിന്റെ തീരത്ത് മഹാദേവ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ ആലുവയിലെത്തി ബലിതർപ്പണം ചെയ്യുക, പിതൃമോക്ഷത്തിനായി ബലിതർപ്പണം ചെയ്യുക എന്നത് വളരെ പവിത്രവും ധന്യമായും തന്നെയും വിശ്വാസികൾ കൊണ്ടുപോരുന്ന പിതൃമോക്ഷ ചടങ്ങുകൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഇവിടേക്ക് കർക്കിടക വാവുബലിക്ക്, അതോടൊപ്പം തന്നെ ശിവരാത്രി രാത്രി, ഈ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ഇടം തന്നെയാണിത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഈ വാവുബലി ചടങ്ങുകൾക്കടക്കം, ബലി തർപ്പണ ചടങ്ങുകൾക്കടക്കം തിരക്ക് അനുഭവപ്പെടുന്നതാണ് പെരിയാറിന്റെ തീരത്തുള്ള മഹാദേവ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഈ പടവുകളിൽ. ഇവിടെ പതിവ് തെറ്റിച്ചില്ല. ഇന്നലെ ഇവിടേക്ക് തന്നെ നിരവധിയായ ഭക്തജനങ്ങൾ, ഇവിടേക്ക് വിശ്വാസികൾ ഇവിടേക്ക് എത്തി തുടർന്നു. പിതൃമോക്ഷ ചടങ്ങുകൾ പുലർച്ചയോടുകൂടി 2:30 മണിയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ആ സമയം മുതൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെട്ടു. ഇന്നലെ രാത്രി മുതൽ തന്നെ നല്ല കനത്ത മഴയാണ് എറണാകുളം ജില്ലയിലുള്ളത്. ആലുവയിലും പരിസര പ്രദേശങ്ങളിലും
ദിവസങ്ങൾ മഴ തുടരുകയായിരുന്നു. എങ്കിലും ഇവിടേക്കുള്ള ഒഴുക്കിനെ അതൊന്നും തന്നെ ആളുകളെ തടസ്സപ്പെടുത്തുന്നില്ല എന്നത് തന്നെയാണ്. ഇവിടെ ഏതാണ്ട് 40ഓളം ബലിത്തറകൾ ഇതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം ഇവിടേക്ക് വിശ്വാസികൾ എത്തുകയും അതോടൊപ്പം തന്നെ പിതൃമോക്ഷ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള തർപ്പണത്തിന് വേണ്ടിയുള്ള അത്തരം ക്രമീകരണങ്ങളും അടക്കം പൂജകളടക്കം പൂർത്തിയാക്കുകയും പ്രാർത്ഥനയോടുകൂടി സ്നാനഘട്ട പടവുകളിലേക്ക് ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളും വലിയ രീതിയിൽ തന്നെയാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഏതാണ്ട് 500-ലധികം പോലീസുകാർ ഇവിടേക്ക് മാത്രമായിട്ട് വിന്യസിച്ചിരുന്നു. ഒപ്പം തന്നെയും സെൽഫ് ഡിഫൻസ് ഫോഴ്സിലുള്ളവരെയും ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകത ഈ പടവുകൾക്ക് സമീപം തന്നെയും ബാരിക്കേഡുകൾ ഉയർത്തിയിട്ടുണ്ട്. താൽക്കാലികമായുള്ള ബാരിക്കേഡുകളും അതോടൊപ്പം സ്ഥിരമായുള്ള ബാരിക്കേഡുകളും കൊണ്ട് തന്നെ പൂർണ്ണമായും തന്നെ ഈ ഒരു മേഖലയിൽ എല്ലാം തന്നെയും ഇവിടെ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. സെൽഫ് ഡിഫൻസ് ഫോഴ്സുകളുടെ നിരവധി വോളണ്ടിയർമാരും ഇവിടെ സജ്ജരാക്കിയിട്ടുണ്ട്. ഒപ്പം ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകളും ഇവിടെ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. അങ്ങനെ വളരെ കുറ്റമറ്റ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ ചടങ്ങുകൾ മുന്നോട്ട് പോകുന്നത്. ഇവിടേക്ക് വിശ്വാസികൾക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ഗതാഗത സൗകര്യങ്ങളും അടക്കം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. മെട്രോ സർവീസും അതോടൊപ്പം തന്നെ KSRTC സർവീസും എല്ലാം അധിക സർവീസുകൾ ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം മറ്റ് ക്രമീകരണങ്ങൾ വാഹനങ്ങൾക്ക് വന്നു പോകുന്നതിനുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നു. ഓരോ ഇടങ്ങളിലും തന്നെയും ഈ വിശ്വാസികൾ നേരിടുന്ന മറ്റൊരു വിഷയം ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്ന കനത്ത മഴ മൂലം ഇതിൻ്റെ പെരിയാറിൻ്റെ സമീപത്തുള്ള മേഖലകൾ, അതായത് ഈ പടവുകളോട് ചേർന്നുള്ള ഭാഗങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലേക്ക് ചെളി അടിഞ്ഞുകൂടിയിട്ടുണ്ട്. പക്ഷേ മഴ കനത്തു നിൽക്കുന്നതുകൊണ്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളെല്ലാം തന്നെ പോയത്. അതുകൊണ്ട് ആ ഒരു അസൗകര്യം മാത്രം ഉള്ളൂ. മറ്റ് ഇടങ്ങളെല്ലാം തന്നെയും കൃത്യമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. 40ഓളം ബലിത്തറകൾ ഇവിടങ്ങളെല്ലാം തന്നെ വിശ്വാസികളുടെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇന്ന് ഉച്ചവരെയും തന്നെയും ഈ രീതിയിൽ തന്നെ വിശ്വാസികൾ ഇവിടേക്ക് എത്തും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രാത്രിയെല്ലാം തന്നെ മഴയായതുകൊണ്ട് പുലർച്ചെ ഇവിടേക്ക് എത്തുന്നതിന് ചിലർക്കെങ്കിലും ഒരു അസൗകര്യവും തടസ്സവും എല്ലാം തന്നെ നേരിട്ടവരെല്ലാം ഈ മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഈ ആൽത്തറ വഴിയും അതോടൊപ്പം തന്നെ മേൽപ്പാലം വഴിയുമുള്ള പെരിയാറിന് കുറുകെയുള്ള മേൽപ്പാലം വഴിയുമാണ് എത്തുന്നത്. ആ വഴി കൂടുതൽ ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാലും വലിയ തിരക്ക് ക്രമീകരണങ്ങൾക്കിടയിലും ഈ മഴ സൃഷ്ടിക്കുന്ന അസൗകര്യങ്ങൾക്കിടയിലും നല്ല തിരക്ക് തന്നെയാണ് പെരിയാറിൻ്റെ തീരത്ത് അനുഭവപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പെരുമ്പാവൂർ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും തൊട്ടപ്പുറത്തുള്ള അദ്വൈതാശ്രമത്തിൻ്റെ കൽപ്പടവുകളിലും ഇതേപോലെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ബലിതർപ്പണത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. എവിടെയും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ വളരെ പ്രസിദ്ധമായ ബലിതർപ്പണത്തിന് വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രം. അവിടെ നിന്നുള്ള കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന സാരൻ സുധാകരനാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബലിതർപ്പണ ക്ഷേത്രങ്ങളിലൊന്നായ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ പുലർച്ചെ 2:30 മുതൽ തുടങ്ങിയ ബലിതർപ്പണ കർമ്മങ്ങൾ ഇപ്പോഴും നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടവിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഇടയ്ക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചെങ്കിലും ഭക്തജനങ്ങൾ ഇവിടെ ബലിതർപ്പണം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ഒരു അമ്പലത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്പലത്തിനകത്ത് ബലിതർപ്പണം നടത്താൻ കഴിയുന്ന ഏക ക്ഷേത്രമാണ്. ഒപ്പം തന്നെ പരശുരാമ പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം കൂടിയാണ്. പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ നിലനിൽക്കുന്ന ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഒരു പരിധിയിലധികം സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് ക്ഷേത്ര ഭാരവാഹികൾക്ക് പരിമിതികളുണ്ട്. പക്ഷേ ആ ഒരു പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങൾ ഇവിടെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിതൃകൾക്ക് മോക്ഷം ലഭിക്കാനുള്ള കർമ്മങ്ങളിലേക്ക് കടക്കുന്ന കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണുന്നത്. ഉച്ച കഴിഞ്ഞും ഈ ഒരു ബലിതർപ്പണ ചടങ്ങ് നീണ്ടുപോകാനാണ് സാധ്യത. ഈ ഭാഗത്ത് കനത്ത ജനത്തിരക്കും ഒപ്പം തന്നെ ട്രാഫിക് ബ്ലോക്കും അനുഭവപ്പെടുന്നുണ്ട്. ഒരു വർഷം മുഴുവൻ ഇത്തരത്തിൽ എല്ലാ ദിവസവും ബലിതർപ്പണം നടത്താൻ കഴിയുന്ന ഒരു ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ദിവസവും തിരക്കുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കർക്കിടക വാവ് പോലെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അതിലധികം തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം നമുക്ക് വർഷങ്ങളായി ഉള്ളത് തന്നെയാണ്. മാത്രമല്ല തെക്കൻ ജില്ലകളിൽ നിന്നും കൊല്ലം, പത്തനംതിട്ട തുടങ്ങിയ തിരുവനന്തപുരം ജില്ല ഒഴികെയുള്ള മറ്റെല്ലാ തെക്കൻ ജില്ലകളിൽ നിന്നും ജനങ്ങൾ ഇവിടെയാണ് കൂടുതലായും എത്തുന്നത്. കാരണം ഈ ബലിതർപ്പണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന ക്ഷേത്രമാണ് തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം. സ്വന്തം അമ്മയ്ക്ക് പുനർജന്മം നേടിക്കൊടുത്ത പരശുരാമനെ പ്രതിഷ്ഠ ചെയ്ത ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ പരേതാത്മാവിന് മോക്ഷം ലഭിക്കുമെന്നൊരു വിശ്വാസവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ദൂരത്തു നിന്നും ജനങ്ങൾ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണാൻ കഴിയും. പ്രതികൂല കാലാവസ്ഥയിലും കനത്ത തിരക്കിലും ബലിതർപ്പണ കർമ്മങ്ങൾക്കായുള്ള കാത്തിരിപ്പ് നീളുകയാണ്. തിരുവല്ലം
പരശുരാമ സന്നിധിയിൽ നിന്നും ക്യാമറാമാൻ ഹരിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. വിദേശ രാജ്യങ്ങളിലും കർക്കിടക വാവു ബലി നടന്നു. ന്യൂസിലാൻഡിൽ മലയാളി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണം നടന്നു. ഓർഗനൈസേഷൻ ഓഫ് ഹിന്ദു മലയാളീസ് ന്യൂസിലാൻഡിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. കേരളത്തിലെ ആചാരങ്ങൾ അനുസരിച്ച് ശ്രീ ദേവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. നൂറുകണക്കിന് ആളുകൾ ബലിയർപ്പിച്ചു. ആ ഉള്ളിലേക്ക് അല്ല ഇപ്പൊ വെള്ളം കിട്ടിയാൽ മതി. ആ ഉരുളയിലേക്ക് കുറച്ച് എള്ള് ഇടുക.